സന്തോഷമുണ്ട്. മറ്റൊരു സിനിമകൾ വിജയിക്കുന്നതിനേക്കാൾ ഒരു പടി സന്തോഷം കൂടുതലുണ്ട് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിച്ചതിൽ. കാരണം ഈ സിനിമയിൽ മറ്റ് സിനിമകളിലൊക്കെ എഫോർട്ടുണ്ട്, ഈ സിനിമയിൽ ഞങ്ങളുടെ ടീമെല്ലാം ഒരു ഡബിൾ എഫോർട്ട് എടുത്തതിൻ്റെ ഒരു സന്തോഷവും അത് ഈ 60-ാം ദിവസം ഇപ്പം മുമ്പേ മൊമെൻ്റോ കൊടുക്കുമ്പോൾ തന്നെ ഇവൻ പറഞ്ഞിരുന്നു 73 ദിവസമായിട്ട് കളിച്ചവരുണ്ട്. അപ്പം എന്തുകൊണ്ടിട്ടാണ് ഈ ഡേയ്സ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പറയും 25 റൺസിന് ജയിച്ചു അല്ലെങ്കിൽ 43 റൺസിന് ജയിച്ചു എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മുടെ ഈ ഡേയ്സ് വെക്കുന്നത്. അപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നവരും ഉണ്ട്, കണ്ടിന്യൂ അപ്പോൾ OTT വരുമ്പോൾ അറിയാം, അതായത് സംഘടനകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിർത്തേണ്ടതായിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഉള്ള നിർമ്മാതാക്കളെല്ലാം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ നിർമ്മിക്കുന്നത്, ബിസിനസ്സുകളെല്ലാം ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളൊക്കെ കണ്ടന്റിൽ മാത്രം വിശ്വസിച്ചാണ് സിനിമകൾ ഇറക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഈ ഫംഗ്ഷൻ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ റാണിയയുടെ ഡാൻസ് കണ്ടു. ഞാൻ റാണിയേനെ നമ്മൾ ഈ പടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഈ ഫംഗ്ഷനിൽ ഒരു ദിലീപേട്ടൻ്റെ ഫാൻസൊക്കെ മറ്റേ നമ്മുടെ ഡാൻസ് കളിക്കുന്ന പാട്ടാന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് നിന്നപ്പോഴാണ് ഭക്തിയുടെ മാർഗത്തിലുള്ള ഇത് അവരൊക്കെ ഒരു ഡെസ്പായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ വേറെ ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട് തെലുങ്കിൽ നിന്നുള്ള ഒരു ആർട്ടിസ്റ്റിനെയൊക്കെ വെച്ചിട്ട് ഒരു ഐറ്റം ഡാൻസോടുകൂടി തുടങ്ങാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം ആർട്ടിസ്റ്റുകളെല്ലാം ഭയങ്കരമായിട്ട് പൈസ ചാർജ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ റാണിയനെ തന്നെ ഞങ്ങൾക്ക് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഭാഗമായിട്ട് ഈ ഡാൻസ് കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ കഥ പറഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എക്സ്പെൻസ് ഇല്ലാതെ റാണിയായി നൃത്തം ചെയ്തു തന്നു. അപ്പം താങ്ക്സ് ടു റാണിയ. ഫസ്റ്റ് ടൈം ഡയറക്ടറായിട്ടുള്ള ബിൻഡോ ഒരു പടം ചെയ്തു, അതൊരു സക്സസ് ആയി. അതിൻ്റെ ഒരു പാർട്ടി നടത്തുക എന്നുള്ളത് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ നടത്തുക എന്ന് പറയുന്നത് ഏതൊരു ഡയറക്ടറുടെയും ആ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സന്തോഷമാണ്. കാരണം അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഫംഗ്ഷൻ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കാരണം ഞാനൊക്കെ ഇപ്പോൾ കുറേയധികം ഫംഗ്ഷനിൽ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പറ്റിയ സിനിമകളുണ്ട്, ചെയ്യാൻ പറ്റാത്ത സിനിമകളുണ്ട്. അപ്പോൾ ഈ സിനിമ അങ്ങനെ ചെയ്യാൻ സാധിച്ച ഒരു സിനിമയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബിൻഡോയുടെയും ഷാരിസിൻ്റെയും സിനിമയാണ്, സക്സസ് ആണ്. അപ്പോൾ ബിൻഡോയ്ക്കും ഷാരിസിനും പുതിയ മ്യൂസിക് ഡയറക്ടർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ് ഈ സിനിമ. പിന്നെ ദിലീപേട്ടനെ ഞാൻ ഈ ഫാസ്റ്റായിട്ട് പറയുന്നത് എല്ലാം ടൈം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉണ്ണിയേട്ടനൊക്കെ ഇപ്പോൾ ഫെഫ്കയിലൊക്കെ ഞാൻ ആർന്നെങ്കിൽ എന്നെ ഇപ്പോൾ ബാൻ ചെയ്തേനെ, കാരണം ഓവർ ടൈം എടുത്തു പോയി. അതുകൊണ്ടിട്ട് നമ്മൾ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് മാത്രം ക്ഷമിച്ചിരിക്കുകയാണ്, കുഴപ്പമില്ല. എങ്കിൽ പോലും ദിലീപേട്ടൻ്റെ സിനിമകൾ കണ്ടിട്ടാണ്, ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെയൊക്കെ ഫാമിലി ആയിട്ടുള്ള പ്രായമായിട്ടുള്ളവരെയൊക്കെ ദിലീപേട്ടനെ എത്രത്തോളം ചിരിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ദിലീപേട്ടനെ വെച്ചൊരു സിനിമ എടുത്തത്. അതൊരു സക്സസ് ആക്കുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം. ഇനിയും ഒരുപാട് സിനിമകൾ ഞങ്ങളുടെയൊക്കെ ബാനറിൽ ദിലീപേട്ടനെ വെച്ചും മറ്റ് ആർട്ടിസ്റ്റുകളിനെ ഒക്കെ വെച്ച് എടുക്കാനായിട്ട് സാധിക്കട്ടെ. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളോടും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. കാരണം സിദ്ദിഖ ആയിക്കോട്ടെ, ചേച്ചി ആയിക്കോട്ടെ, എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച മുഴുവൻ ടെക്നീഷ്യൻസിനോടും നന്ദി പറയുകയാണ്. ഇന്നിപ്പോൾ മാജിക് ഫ്രെയിംസിൻ്റെ കുറേ സ്ഥാപനങ്ങളും അതും ഇതൊക്കെ കാട്ടി ഇതിൻ്റെ പിന്നിൽ ഒരു ആവറേജ് ബുദ്ധിയുള്ള ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ എൻ്റെ പിന്നിൽ എന്നേക്കാൾ കൂടുതൽ ഒത്തിരി ബുദ്ധിയും എഫേർട്ടും ഉള്ള ഒരു പറ്റം ആളുകൾ എൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ പല സ്ഥാപനങ്ങളിലൂടെ പല പല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ മാജിക് ഫ്രെയിംസിൻ്റെ ഈ ഒരു എന്താ പറയുക, ഇവിടം വരെ എത്തിയതിൻ്റെ പിന്നിൽ എന്നെ ഒരു രീതിയിൽ അല്ലെ വേറൊരു രീതിയിൽ സഹായിക്കുന്ന എല്ലാ സ്റ്റാഫുകളോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ സിനിമയൊക്കെ നിങ്ങൾക്കറിയാം വലിയ റിസ്ക്കുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പോക്കറ്റിൽ 10 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 50 രൂപയുടെ പരിപാടികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്കി 40 രൂപ തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർക്കും ഒക്കെ
ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പൈസയൊക്കെ കടമെടുത്തിട്ട് സിനിമ നിർമ്മിക്കും. കാരണം എൻ്റെ ഒരു പ്രാർത്ഥനയും കൊണ്ടിട്ട് മാത്രം സിനിമ ഓടത്തില്ല. ആ ബാക്കി കാശ് തരുന്നവരുടെയും കൂടെ പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് സിനിമ ഓടുള്ളൂ എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടിട്ടാണ് മറ്റുള്ളവരുടെ നിന്നൊക്കെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ വായ്പയൊക്കെ വാങ്ങുന്നത്. സോ അവർക്കും ഈ കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെയ്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ടിട്ടും വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ലേറ്റായ ഒരു സമയമാണല്ലേ, അപ്പം അധികം ദീർഘിപ്പിക്കാതെ ലിസ്റ്റിൻ ചേട്ടാ താങ്ക് യു ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക്. പിന്നെ ഷാരിസിക്ക, ഗായത്രി, ഗൂഗിൾ, അങ്ങനെ കുറച്ച് പേര് ഇരുന്നിട്ടാണ് ഈ ഒരു ഡബ്ബിങ് അടിപൊളിയാക്കാൻ ഹെൽപ്പ് ചെയ്തത്. അവർക്ക് ഒത്തിരി നന്ദിയുണ്ട്. ആൻഡ് റാനിയ, ഇപ്പം നമ്മളൊരു ഫസ്റ്റ് മൂവി ചെയ്യുമ്പോഴത്തേക്കിനും എൻ്റെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് തന്നെ ഡബ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആ സ്പേസ് എനിക്ക് തന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു അത് അലോ ചെയ്തതിൽ. ഇനിയും ഒത്തിരി 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 ഉയരങ്ങളിലോട്ട് പോട്ടെ. ആൻഡ് അടിപൊളിയാണ്, പെർഫോമൻസ് അടിപൊളിയാണ്, അത്രേ പറയാനുള്ളൂ. മനസ്സിൽ നിന്ന് വരുന്നതാണ്. അടിപൊളിയായിട്ട് ഹൈറ്റ്സിലോട്ട് പോട്ടെ. ആക്ച്വലി ഞാൻ വിൻസിനെ കോൾ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞാനിപ്പം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈച്ച് ആൻഡ് എവ്രി ഹാപ്പിനെസ്, ഓരോ സെക്കൻഡും എൻ്റെ അതേ ലെവലിൽ, മേ ബി അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് അത് അർഹിക്കുന്ന ഒരാളാണ് വിൻസി. സോ ഐ റിയലി വോണ്ട് ടു സേ താങ്ക്സ് ടു യു. ബിക്കോസ് ഞാൻ സമ്മതിച്ചു എന്ന് പറയുന്നതിനേക്കാളും എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ആക്ടറാണ്. സോ യു അക്സെപ്റ്റഡ് ദാറ്റ് ഈസ് ദ ബിഗ് തിങ് ഹിയർ. അതിൽ എന്നെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ആർ എ ഗ്രേറ്റ് ആക്ടർ. സോ വിൻസി സമ്മതിച്ചത് തന്നെ എൻ്റെ ഭാഗ്യമാണ്. ബിക്കോസ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, എൻ്റെ ഫ്രണ്ട്സ് അടക്കം എന്നെ ക്ലോസ് ആയിട്ട് അറിയിക്കണം, എൻ്റെ ഫാമിലി എല്ലാവരും ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, ശരിക്കും നിന്റെ സൗണ്ട് അല്ലേ? ബിക്കോസ് ഞാൻ പോലും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എൻ്റെ അതേ വോയിസ് ടോണിലും സംസാരിച്ചിരിക്കുന്നത്. അതിലാകെ ഒരു ഫസ്റ്റ് ഹാഫ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫ് ഫുൾ ത്രൂ ഔട്ട് എൻ്റെ അതേ പിച്ചിൽ എന്നെ പോലെ തന്നെ ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. ഇത് ഞാനാണോ സംസാരിച്ചത് വിൻസിയാണോ? അത്രയും പിക്ചർ പെർഫെക്റ്റ് ആയിട്ടാണ് വിൻസി ചെയ്തത്. എനിക്ക് തോന്നുന്നില്ല ഇത് വിൻസി ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ക്യാരക്ടറിന് ഇത്രത്തോളം ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടാവുമെന്ന്. ഈച്ച് ആൻഡ് എവറി വേർഡ് ഓഫ് ദിസ് ക്യാരക്ടർ ഗോട്ട് അത്രയും ഇമോഷണൽ ടച്ച് വന്നത്. ഇറ്റ് ഈസ് ഫ്രം യുവർ എനർജി, യുവർ വോയിസ്. യു ഡിസേർവ് ഓൾ ദ ഹാപ്പിനെസ്. ഞാൻ എന്തൊക്കെ സന്തോഷം, എന്തൊക്കെ അപ്രിസിയേഷൻ ഐ എം ഗെറ്റിംഗ് ഫ്രം ദ ഓഡിയൻസ്, എവറിത്തിങ് ഇസ് ഫോർ യു.